കൊല്ലങ്കോട് കൊട്ടാര പരിധിയിലുള്ള മുതലിയാർകുളം പരിസരത്തുള്ള വേസ്റ്റ് കൂനയ്ക്ക് പരിധിയിൽ നിന്നാണല്ലോ. മാഡം വാർഡ് മെമ്പറാണല്ലോ അല്ലേ? നമസ്കാരം. പേര് എന്താണ് മാഡം? നമുക്ക് ഇതിനകത്ത് ഉന്നയിക്കാനുള്ളത്, ഇപ്പോൾ പല ആവർത്തി പല രൂപത്തിൽ ഇതിനു മുമ്പുള്ള പലരും ചെയ്തതാണെങ്കിൽ കൂടി ഇതൊരു സ്ഥിര നിത്യ ലക്ഷ്യമായിട്ടാണോ കരുതുന്നത്? അല്ല, അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലങ്കോട് ടൗണിലുള്ള മൊത്തം വേസ്റ്റും ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇവിടെ 300 വീടുകൾ പരിസരങ്ങളായിട്ടുണ്ട്. ഞങ്ങൾക്ക് നാളെ മീതെ ഇതിന് ആയിട്ട് അസുഖങ്ങൾ പകരാനുള്ള ഇതിപ്പോൾ ഇവിടെയുള്ള പല മേഖലകളിലുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും മുഖത്തുള്ള തൊലിപ്പാടുകളിൽ നിത്യം കാഴ്ചപ്പാടുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ഇനിയിപ്പോൾ 1-2 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് ഇതാണ് കുടിവെള്ളത്തിൻ്റെ ലൈൻ. ഇതിനടുത്താണല്ലോ രാജാസ് ഹൈസ്കൂൾ നിലകൊള്ളുന്നത് അല്ലേ? നിരവധി കുട്ടികൾ ഇതിലെ കൂടെ പോകുന്നുണ്ട്. ആ പോകുന്ന കുട്ടികൾക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടും ഇവിടെ നായകളുടെ ശല്യങ്ങൾ കൂടുതലാണ്. SC STക്കാരുടെ ഒരു ആതുരാലയവും ഇതിന്റെ പരിധിയിൽ തന്നെ ഉണ്ട്. മുതലിയാർകുളത്തിന് പരിധി 4 പേരുണ്ട്. അവർക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ തൊലി പോണ പോലെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ പേരിൽ പഞ്ചായത്തിൽ അവതരിപ്പിച്ചു. ശുചിത്വ മിഷനിൽ നിന്ന് അവിടുന്ന് ആൾക്കാർ വന്നിരുന്നു. ഇവിടെ ഇത് JCBയിൽ കൊണ്ടുവന്നിട്ട് കൂട്ടുന്നതായിട്ടും ഇതിനെ അന്യോന്യം അങ്ങോട്ട് കയറ്റിയിടുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ കൊല്ലങ്കോട് പ്രദേശത്ത് സ്ഥലമില്ലേ ഈ വേസ്റ്റ് കൂന കൊണ്ടിടാൻ? പഞ്ചായത്തിൽ നിന്ന് അത് ഓർഡർ ആയിട്ടുണ്ടല്ലോ. 7-8 വർഷങ്ങൾക്ക് മുൻപ് പൈലൂർ ഭാഗത്ത് ഒരു സ്ഥലം കണ്ടിരുന്നു എന്ന് അന്വേഷണത്തിൽ അറിഞ്ഞു. പക്ഷേ ആ സ്ഥലം ഇപ്പോൾ വേസ്റ്റായിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. അവിടെ കുപ്പ കൊണ്ടുപോകാൻ പോകുമ്പോഴേക്കും അവിടെ കുറേ കുടുംബങ്ങൾ താമസമായിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അവരുടെ പ്രചോദനാർഹമാണെങ്കിലും അതിന് പറ്റുന്ന ഒരു ഏരിയ കണ്ടെത്തുകയോ ഒഴിഞ്ഞ എത്രയോ പ്രദേശം ഉണ്ടല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ കുളങ്ങളിലൊക്കെ പച്ച ബാധിച്ചതായിട്ടും അതേപോലെ ഈ കാട്ടുപുല്ലാണി പടർന്നു പിടിച്ചിട്ട് ഇപ്പോൾ ജലസ്രോതസ്സുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല മേഖലകളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നു. ഈ കൂട്ടിയിട്ട് 100 മേനി തൊഴിലാളികൾ തന്നെ കൂട്ടിയിട്ട് പച്ച കുറച്ച് മുറിക്കും, ഒരു 100 പച്ചയുടെ മുകളിലേക്ക് ഇടും. കത്തിച്ചു കഴിഞ്ഞാൽ ആഗോളതാപനത്തിന് ഒരു വഴിയാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടും അതിൻ്റെ ഒരുപക്ഷെ ഒരു കാരണമായേക്കാം എന്നുകൂടി എനിക്കിതിനകത്ത് പറയേണ്ടി വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് മുഴുവൻ. മാത്രമല്ല നമ്മുടെ ഈ പിറകിൽ കാണുന്ന മാലിന്യ കൂമ്പാരം, മലയോളം വലിയ മാലിന്യ കൂമ്പാരം, കുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുടുക്കിയിട്ട് കടിക്കുകയാണ്. തെരുവുനായ ശല്യം, ആ വേസ്റ്റ് കൊണ്ടിട്ടുകാരും നായക്കളുടെ ശല്യം. ഒരു വയസ്സായ ഇന്ന് എത്രത്തോളം പേരുണ്ട് ഇവിടെ? അത്രേ